പ്രിയ പ്രേക്ഷകരെ, ഇന്നലെയാണ് പുതുയുഗയാത്രയുടെ സമാപന വേളയിൽ കേരളത്തിൽ അധികാരം പിടിക്കാൻ വമ്പൻ പ്രഖ്യാപനങ്ങൾ രാഹുൽ ഗാന്ധി നടത്തിയത്. രാഹുലിന്റെ ഗ്യാരണ്ടിയിൽ പ്രതീക്ഷ അർപ്പിച്ച പോരാട്ടത്തിനിറങ്ങുകയാണ് ടീം UDF. സ്ത്രീകളെയും യുവാക്കളെയും വയോജനങ്ങളെയും ഒക്കെ ലക്ഷ്യം വെക്കുന്ന രാഹുലിന്റെ ഗ്യാരണ്ടി പ്രചാരണ വേളയിൽ ഉടനീളം സജീവ ചർച്ചയാക്കാനാണ് UDFന്റെ നീക്കം. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന, അതായത് പ്രതിപക്ഷ നേതാവിന്റെ ഭാഷയാണെങ്കിൽ പോരാട്ടത്തിനൊരുങ്ങുന്ന UDFന് എത്രത്തോളം കരുത്തും ആത്മവിശ്വാസവും നൽകുന്നുണ്ട് രാഹുലിന്റെ ഗ്യാരണ്ടി? മാധു, UDFന്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്നേയുള്ളൂ. അതിനു മുമ്പ് തന്നെ ജനകീയമായ, ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന 5 പദ്ധതികൾ, അത് ഗ്യാരണ്ടി പദ്ധതികൾ നേരത്തെ കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ സമാനമായ പ്രഖ്യാപനങ്ങൾ നടത്തിയതാണ്. അവിടെയൊക്കെ നേട്ടം ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയപ്പോൾ ആ പ്രഖ്യാപനം നടത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടത്. അതിൽ സ്ത്രീകളുടെ വോട്ട് ഇതുവഴി കിട്ടുമെന്ന ഒരു ആത്മവിശ്വാസമാണ് കോൺഗ്രസിനുള്ളത്. മാത്രവുമല്ല, നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വികസന പദ്ധതികൾ അടക്കമുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ ഇനി നടത്താനിരിക്കുന്നുണ്ട്. ആ നടത്താനിരിക്കുന്ന പ്രഖ്യാപനങ്ങളുടെ, വാഗ്ദാനങ്ങളുടെ തുടക്കം മാത്രമാണിത്. ഈ ഗ്യാരണ്ടി പ്രഖ്യാപനത്തിൽ തന്നെയാണ് UDFന്റെ പൂർണ്ണ ആത്മവിശ്വാസവും. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായും സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനത്തിന് ഒപ്പം തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക, 3000-ലേക്ക് വർദ്ധിപ്പിക്കുമ്പോൾ അതുവഴി ആ ഗുണഭോക്താക്കളായ ഏതാണ്ട് 60 ലക്ഷത്തിലേറെ വരുന്ന വോട്ടർമാർ, അവരുടെ വോട്ട് കൂടി, അവരുടെ ബന്ധുക്കളുടെ വോട്ട് കൂടി ഉറപ്പിക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം. അങ്ങനെ ജനകീയമാകുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ ഇനിയും വരുന്നുണ്ട്. പ്രകടന പത്രിക ഏതാണ്ട് അതിൻ്റെ അന്തിമഘട്ടമാണ്, അത് പൂർത്തീകരിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ തൊട്ടു പിന്നാലെ UDFന്റെ പ്രകടന പത്രിക ഉണ്ടാകും. ഏതായാലും കണ്ണഞ്ചിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ ആ പ്രകടന പത്രികയിൽ ഉണ്ടാകുന്ന ഉറപ്പാണ്. ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട UDF അവർ പ്രചാരണത്തിൽ ഏറ്റവും പ്രധാനമായി ഉയർത്തിക്കാട്ടുക ഈ 5 ഗ്യാരണ്ടി തന്നെയാണ്. ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടി എന്ന നിലയിൽ തന്നെ ഉയർത്തി കാണിച്ചുകൊണ്ട് വോട്ടർമാർക്കിടയിലേക്ക് നേതാക്കളും പ്രവർത്തകരും പോവുകയാണ്. മാധു.